ശരിക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്താ ഉറപ്പ്? അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഹോർമോൺ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്, ക്യാൻസർ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്ത് വിശ്വസിക്കണം? യൂസ് ചെയ്യണോ വേണ്ടയോ? പണ്ടുള്ളവർ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ കോൺട്രവേഴ്സിയുടെ ഒക്കെ ഭാഗമായിട്ടെന്നുള്ളത് എനിക്കറിയാം. ആൻഡ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാവരും എല്ലാവരും അല്ല, എന്നാലും കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലോങ് വീഡിയോ വേണം, ഇതിങ്ങനെ പോരാ, ഡീറ്റെയിൽഡ് ആയിട്ട് വേണം, അതുപോലെ തന്നെ നല്ല സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ യാ, ഫസ്റ്റ് ഓഫ് ഓൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സൺസ്ക്രീൻ യൂസ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കുന്നതിന് മുന്നേ സൺസ്ക്രീൻ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ആദ്യം അറിയണം. എന്നാലേ ഇത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ സൺലൈറ്റിൻ്റെ കൂടെ യു വി റേസും വരുന്നുണ്ട്. ഈ യു വി റേസ് നമ്മുടെ സ്കിന്നിനായാലും നമ്മളെ ഹെൽത്തിനായാലും ഒക്കെ ഇതൊട്ടും നല്ലതല്ല. ഓക്കെ, അതുകൊണ്ട് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കാനാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇനി സൺസ്ക്രീൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ 3 ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഉണ്ട്. ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ, പിന്നെ കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് സൺസ്ക്രീൻ ഉണ്ട്. ഇനി ഇതെല്ലാം എന്തെന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഇതിരിക്കും. സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ ഇത് ഈ യു വി റേസിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാം. നമ്മുടെ പുറത്തൊരു ഷീൽഡ് പോലെ ഇരുന്നിട്ട് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. എന്നാൽ കെമിക്കൽ സൺസ്ക്രീന് നമ്മുടെ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് വെച്ചോ, ഈ വരുന്ന യു വി റേസിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പുറത്ത് വിടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് വെച്ചാൽ ഈ 2 ഫിൽറ്റേഴ്സും ഉള്ളതാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അത് 2 കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. ഇനി ഇതിൻ്റെ അകത്ത് ഏത് സൺസ്ക്രീൻ ചൂസ് ചെയ്യണം ചോദിച്ചാൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഇനി സൺസ്ക്രീൻ ഇട്ടിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും ചോദിച്ചാൽ, ഓഫ് കോഴ്സ് ടാനിങ് ഉണ്ടാവും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടും. പിന്നെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പിന്നെ സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൺബേൺ ഉണ്ടായിരിക്കും, പിന്നെ DNA ഒക്കെ ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതായത് ഇപ്പോൾ യു വി റേസ് വരും. യു വി റേസ് വന്നാൽ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സ്കിന്നിന് മെലാനിൻ പ്രൊട്ടക്ഷൻ കൂട്ടും. അതുകൊണ്ടാണ് ഇത് ടാനിങ് ഉണ്ടാവുന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സൺബേൺ കുറവാണ് കമ്പാരിറ്റീവ്ലി. നമ്മളെ ഇന്ത്യൻസിൽ സൺബേൺ കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ ഇങ്ങനെ US കുറച്ചുകൂടി കൂടുതലാണ്. നമ്മളെ ഇന്ത്യൻ സ്കിൻ ടോണ് കുറച്ചുകൂടി മെലാനിൻ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൺബേൺ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ റിസ്ക്കും കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെങ്കിൽ ഇങ്ങനെ മെലാനിൻ കുറഞ്ഞ സ്കിൻ ടോണൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ സൺബേണും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും സ്കിൻ ക്യാൻസർ റിസ്ക്കൊക്കെ കുറച്ചുകൂടി കൂടും. അതുകൊണ്ടാണ് അവരിപ്പോൾ നിങ്ങൾ അമേരിക്കയിലൊക്കെ എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യും. അപ്പോൾ കുഞ്ഞു കുട്ടിയൊക്കെ വരെ സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്യിപ്പിക്കും. ബിക്കോസ് അവർ സ്കിന്ന് കുറച്ചുകൂടി വേഗം ബേൺ ആവും. നമ്മൾ അങ്ങനെ ബേൺ ആവില്ല. ബിക്കോസ് നമുക്ക് നാച്ചുറലി മെലാനിൻ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ബേൺ ആവില്ല. മെലാനിൻ നമ്മൾ ഈ യു വി റേസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും സ്കിന്നിനെ. ഈ മെലാനിൻ കൂടുന്നതാണ് നിങ്ങൾ ഈ ടാനിങ് ആയിട്ടും പിഗ്മെൻറ്റേഷനൊക്കെ ആയിട്ട് വരുന്നുള്ളത്. അതായത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിൻ തന്നെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ ടാനിങ്. പിന്നെ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ യു വി റേസ് വരുമ്പം അത് കൂടും. കോൺട്രവേഴ്സി എന്തെന്നാന്ന് വെച്ചാൽ, ഈ കെമിക്കൽ സൺസ്ക്രീന് ഇത് കുറച്ചൊക്കെ നമ്മളെ ബ്ലഡിലേക്ക് ഇറങ്ങും, എന്നിട്ട് അത് ഹോർമോൺ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്തായിരുന്നു ഈ SPF, ഇപ്പോൾ ഒരു സൺസ്ക്രീൻ, ആ സൺസ്ക്രീൻ SPF 50 ഉണ്ട് എന്ന് പറയുന്നുണ്ട് വെച്ചോ, ബട്ട് SPF 50 ഉണ്ടാവണം എന്നില്ല. ആക്ച്വലി ഇതെനിക്ക് മുന്നേ അറിയാം. ഈ കോൺട്രവേഴ്സി ഉണ്ടാവുന്നതിന് കുറച്ച് മുന്നേ, അതായത് 2-3 മാസം മുന്നേ മറ്റോ ഇത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ റിസേർച്ച് ചെയ്ത് വന്നപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താ പറയാഞ്ഞേ നിങ്ങളോട് ചോദിച്ചാൽ, നമ്മളെ സ്കിൻ ഈ SPF എന്നുള്ളത് ഈ സൺബേൺ എന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. നമുക്ക് സൺ ടാന്, പിഗ്മെൻറ്റേഷൻ അതിനൊക്കെ ഈ PA ആണ് നമ്മൾ നോക്കുക. ഈ PA+++ അതുണ്ടല്ലോ, അതാണ് നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഇന്ത്യൻകാർക്ക് കുറച്ചുകൂടി വേണ്ടത് അതാണ്.
SPFിനേക്കാളും. ബട്ട് SPF വേണ്ടാന്നല്ല, ഇവിടെയും സൺബേൺ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സമ്മറിലൊക്കെ സൺബേൺ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. മീൻസ് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്ക് വരെ സൺബേൺ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ കെമിക്കൽ സൺസ്ക്രീനിൽ യൂസ് ചെയ്യുന്ന ഓൾഡ് UV ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള ഓക്സിബെൻസോൺ, ഒക്സിനോക്സൈറ്റ്, അവോബെൻസോൺ പിന്നെയുമുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തേക്കാം. അതൊന്നും ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് അല്ല. അതായത് ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് മീൻസ് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഈ സൺലൈറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പോയി പോകും. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഫോട്ടോ സ്റ്റെബിലൈസ് കൊണ്ട് അർത്ഥാക്കുന്നത്. അല്ല, അത് ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് അല്ല. സൺലൈറ്റിൽ ഇറങ്ങുമ്പോഴും ആ ഒരു പ്രൊട്ടക്ഷൻ അതിന് തരാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് അത് ഫോട്ടോ സ്റ്റെബിലൈസ് ആവുക. ബട്ട് ഇതൊന്നും ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് അല്ല. ഞാനുണ്ടല്ലോ ഈ വീഡിയോ ഞാൻ എപ്പോൾ പ്ലാൻ ചെയ്തതാണെന്ന് അറിയോ? നമ്മൾ ഡേംഡോക്കിൻ്റെ പർപ്പിൾ സൺസ്ക്രീനിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട്. അന്നേരം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓക്സിബെൻസോണ് അത്ര ഡേഞ്ചറൊന്നുമല്ല. ഓക്സിബെൻസോൺ അത്ര ഡേഞ്ചറൊന്നുമല്ല, എല്ലാവർക്കും ഇറിറ്റേഷനൊന്നും ഉണ്ടാക്കില്ല. ബട്ട് ചില സ്കിന്നിന് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ. ബട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്താൽ എന്ത് പറ്റും? നമുക്ക് ഈ സൺബേൺ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ റിസ്ക് അവിടെ റെഡ്യൂസ് ആവുകയാണ്. അത് പ്രീമച്വർ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യും. അത് നമുക്ക് കുറച്ചുകൂടി യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. ഈവനായിട്ട് സ്കിന്നിനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഇത് ഫെയ്ഡ് ആക്കും. അതുപോലെ തന്നെ DNA ഡാമേജിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതില്ലാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, SPF വെച്ചാൽ UVB റേസിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. ഈ PA ആണ് UVA റേസ്, അതായത് നമുക്ക് പിഗ്മെൻറ്റേഷൻ ടാനിങ് ഒക്കെ ഉണ്ടാക്കുന്ന റേസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമുക്ക് കോൺട്രവേഴ്സിയിലേക്ക് വരാം. ഈ SPFൻ്റെ ഇഷ്യൂയും അതുപോലെ തന്നെ ഇത് ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് അല്ല എന്നുള്ള ഇഷ്യൂവും കൊണ്ടാണ് തോന്നുന്നു ഇത് വീണ്ടും പൊങ്ങിയത്. ഇത് കാലങ്ങളായിട്ടുള്ള കോൺട്രവേഴ്സിയാണ്. ഹോർമോൺ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കും, കെമിക്കൽ സൺസ്ക്രീന് പോരാ, ഇങ്ങനെയൊക്കെ. ഇത് ഓക്കെ, എന്തെന്നായാലും അതാണെന്ന് തോന്നണം, എൻ്റെ തോന്നലാണ്. അത് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ്ങർ ആയിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുള്ളത് അതുകൊണ്ടാണെന്ന് തോന്നണം. എനിവേ, എങ്ങനെയായാലും അമ്മക്ക് SPF 50 മതി. നിങ്ങൾ ഭയങ്കര ഞാൻ പറയട്ടെ, എൻ്റെ ഫാമിലിയിൽ സൺബേൺ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതും ഈ സമ്മർ ഉണ്ടല്ലോ, അതായത് എത്ര ചൂടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതിങ്ങനെ ഭയങ്കര വെയിലത്ത് പോയി പണിയെടുക്കുന്ന ഒരാളാണ്. സോ എൻ്റെ ഫാമിലി മെമ്പറാണ്. സോ അതുകൊണ്ടാണ് സൺബേൺ ഉണ്ടായിട്ടുള്ളത്. മീൻസ് കുറേ മണിക്കൂറുകളോളം ഡെയിലി അത്രയും സൺ എക്സ്പോഷർ ഉണ്ടാവുന്നുണ്ട്. സോ സൺബേൺ ഉണ്ടാവും. അതും അത്രയും ഇതേനും നമ്മളെ കേരളത്തിൽ സമ്മർ, നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നേരം ഈ SPF 50 മതിയോ ചോദിച്ചാൽ, SPF 50 പറയുന്ന സൺസ്ക്രീനിൽ SPF 50 ഉണ്ടെങ്കിൽ അത് മതി. അതായത് ശരിക്കും SPF 50 മതി. ഓക്കെ, അല്ലാതെ നമുക്കിപ്പോൾ ഈ SPF 50 എന്ന് പറയുന്ന സൺസ്ക്രീനിൽ നമ്മളെപ്പോലത്തെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോവാണ്, ഇങ്ങനെ ഭയങ്കര നട്ടപ്പറ വെയിലത്തൊന്നല്ല നിങ്ങൾ പോകുന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ കൊട, സ്കാർഫ്, ഹാറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ രാവിലെ കോളേജിലോ ഓഫീസിലോ സ്കൂളിലോ പോവാണ്, അപ്പോഴൊക്കെ ഈ SPF 50 വേണോ ചോദിച്ചാൽ വേണ്ട. ഒരു SPF 30 ഒക്കെ ധാരാളമാണ്. ഈ SPF 50 പറയുന്ന സൺസ്ക്രീനിൽ SPF 50 ഇല്ല. SPF 50 മാത്രമല്ല കേട്ടോ, ഇത്ര SPF പറയുന്നുണ്ടെങ്കിൽ അത്ര SPF എല്ലാ സൺസ്ക്രീനിലും ഇല്ല. അതാണ് തെളിയിച്ചിട്ടുള്ളത്. നമുക്ക് ആക്ച്വലി അത്ര വേണമെന്നില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് സൺ എക്സ്പോഷർ ഉണ്ടാകുന്ന, ഇങ്ങനെ പൊരി വെയിലത്തൊക്കെ പണിയെടുക്കുന്നവർക്ക് എന്ത് വേണം? SPF 50 വേണം. ഇപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻ ആയാലും കെമിക്കൽ സൺസ്ക്രീൻ ആയാലും നിങ്ങളിങ്ങനെ നട്ടപ്പൊരി വെയിലത്ത് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ, അതായത് ഫിസിക്കൽ പ്രൊട്ടക്ഷനും കൂടി നിങ്ങൾക്ക് വേണം. ബിക്കോസ് ഒരു സൺസ്ക്രീനും നിങ്ങൾ 100% പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ വേണം. അതിപ്പോൾ നട്ടപ്പൊരി വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ വേണം, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ പോലെയുള്ളവർക്ക് SPF 50 എന്നുള്ള സൺസ്ക്രീനിൽ SPF 30 ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ PA+++ ഉണ്ടല്ലോ, അത് ഇപ്പോഴത്തെ വരുന്ന എല്ലാ സൺസ്ക്രീനും 4+ ഒക്കെ ഉണ്ട്. 3+ ആയാലും കുഴപ്പമില്ല. ബട്ട് 4+ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്ന് മാത്രം. പിന്നെ ഒരു സൺസ്ക്രീനും നിങ്ങൾ കുറേ മണിക്കൂറത്തേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യില്ല.
2 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് റീഅപ്ലൈ ചെയ്യണം. അതായത് നിങ്ങൾ നട്ടപ്പൊരി വെയിലത്ത് നിൽക്കുകയാണ്, നല്ല സൺ എക്സ്പോഷർ ഉണ്ട്, അത്രയ്ക്ക് പൊരിയുന്ന വെയിലൊക്കെയാണ് എന്നൊക്കെ ഡയറക്റ്റ് നിങ്ങളെ മേത്ത് സൺലൈറ്റ് അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും റീഅപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ റീഅപ്ലൈ ചെയ്യണ്ട. പിന്നെയുള്ളതാണ് ഇതൊന്നും ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് അല്ല. അതായത് ഓൾഡ് യു വി ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള ഓവോബെൻസോൺ, ഒക്ടിനോക്സൈറ്റ്, ഓക്സിബെൻസോൺ ഇവിടെ ഞാൻ കൊടുത്തേക്കാം. ഇതൊന്നും തന്നെ എന്തല്ല, ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് അല്ല. അതായത് നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പം ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നിൽക്കില്ല, ഈ സൺലൈറ്റൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഡെംഡോക്കിൻ്റെ പർപ്പിൾ സൺസ്ക്രീൻ്റെ, അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല എന്നുള്ളത്. ഫോട്ടോ സ്റ്റെബിലൈസ് ആക്കാൻ പറ്റിയ അതിൻ്റെ അകത്തുള്ള യു വി ഫിൽറ്റേഴ്സിനെ ഫോട്ടോ സ്റ്റെബിലൈസ് ആക്കാൻ പറ്റിയ ഫിൽറ്റേഴ്സ് ഒന്നും ഞാൻ അതിൻ്റെ അകത്ത് കണ്ടില്ല എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അതാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും പറയുന്നുള്ളത്. അങ്ങനെ സ്റ്റെബിലൈസ് ആക്കാൻ പറ്റിയ ഫിൽറ്റേഴ്സ് വേണം. ന്യൂ യു വി ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ വരുന്ന പുതിയ ലോഞ്ച് ചെയ്യുന്ന സൺസ്ക്രീനിലൊക്കെ ന്യൂ യു വി ഫിൽറ്റേഴ്സാണ് ഉണ്ടാവുക. പിന്നെ എക്സിസ്റ്റിംഗ് സൺസ്ക്രീനിൻ്റെ പുതിയ ബാച്ചിലൊക്കെ ന്യൂ യു വി ഫിൽറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവാൻ. കുറേ എണ്ണം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി വരുന്നതൊക്കെ അങ്ങനെ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോപ്പ്. ഇനിയുള്ള വേറൊരു കേസാണ് ഇനിയുള്ള വേറൊരു സാധനമാണ് ഇത് ഹോർമോൺ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കും. അതായത് ബ്ലഡ് സ്ട്രീമിലേക്ക് ഇറങ്ങിയിട്ട് ഇത് ഹോർമോൺ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കും എന്നുള്ളത്. സൺസ്ക്രീൻ അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പ്രോഡക്ട്സും അങ്ങനെ ഇറങ്ങേണ്ടതാണ്. നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കണ്ടു നോക്കൂ. അന്നേരവും ഞാൻ പറയുന്നുണ്ട്, ലിപ്സ്റ്റിക് സൺസ്ക്രീൻ ഇറങ്ങുന്നതിൻ്റെ ഒക്കെ കുറേ മടങ്ങായിട്ട് ലിപ്സ്റ്റിക്ക് ഇറങ്ങും. ബിക്കോസ് ലിപ്സിലാണ് അത് ഇടുന്നുള്ളത്. നമ്മൾ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കൺസ്യൂം ചെയ്യുന്നുള്ളത് ലിപ്സ് വേണമല്ലോ. അപ്പോൾ ലിപ്സിൽ അതൊക്കെ ടച്ച് ആവും, നിങ്ങൾ ലിപ്സ് ലിക്ക് ചെയ്യും, ബൈറ്റ് ചെയ്യും, അപ്പോൾ കുറച്ചുകൂടെ അതങ്ങ് ഇറങ്ങും. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ, എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും അത് മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ളത് ഞാൻ നിങ്ങളോട് മുന്നേ പറയുന്ന കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ ഡെയിലി സൺസ്ക്രീൻ ഇടണം ഞാൻ പറയില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിലിരിക്കുവാണെങ്കിൽ സൺസ്ക്രീൻ ഇടണം ഞാൻ പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ പോവുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 8 മണിക്കൊക്കെയാണ് 8 നിങ്ങൾ പോവാണ്, 8 മണിക്ക് അത്യാവശ്യം വെയിലുണ്ടല്ലോ ഇപ്പോൾ. നിങ്ങളൊരു 7 മണി 7:30 പോകുന്ന ആളാണ്. എന്നിട്ട് നിങ്ങൾ വർക്ക് മീൻസ് അങ്ങനെ സൺ എക്സ്പോഷറൊന്നും ഇല്ല, അതായത് ക്ലോസ്ഡ് വിൻഡോ ആണ്, ഡോറാണ്, അങ്ങനെ സണ്ണായിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് നിങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു 5 മണി 5:30 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നുള്ളത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നില്ല. നിങ്ങളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളെ സ്കിന്നിന് തന്നെ പറ്റും. അല്ലാതെ നമ്മളെ സ്കിന്നിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എന്നാൽ പിന്നെ ഇതിനെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു ലിമിറ്റ് ഉണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്. ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള യു വി റേസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ കുറേ നേരം സൺ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ്ലി യു വി റേസ് നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കുമ്പോൾ സ്കിന്നിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്കിൻ ക്യാൻസറും സൺബേൺ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് ഉണ്ടല്ലോ, ഓൾറെഡി നമ്മുടെ സ്കിൻ നമ്മൾക്ക് തരുന്നൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുള്ളത്. അല്ലാതെ സ്കിന്നിൻ്റെ പരിപാടി സ്കിന്നിനെ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണ്ട. നിങ്ങൾ രാവിലെ പോവാണ്, വൈകുന്നേരമാണ് വരുന്നുള്ളത്, നിങ്ങൾക്ക് അധികം സൺ എക്സ്പോഷറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഉണ്ടാവും. നിങ്ങൾ വീട്ടിലിരിക്കുവാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഇടണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ കൂടിയാണ് നടക്കുന്നുള്ളത്, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫേസിലേക്ക് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഇടണ്ട. പക്ഷേ ക്ലൗഡി ഡേയ്സിലൊക്കെ നിങ്ങൾ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ ഞാൻ പറയും. വേണ്ട, സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യണ്ട, യു വി റേസ് ഉണ്ടാവും. പിന്നെ ഷെയ്ഡഡിലേക്ക് കൂടി നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ വേണം, പക്ഷേ സൺസ്ക്രീൻ വേണമെന്നില്ല. അല്ലാതെ ഒരു പ്രൊട്ടക്ഷനും വേണ്ടെന്നല്ല ഞാൻ പറയുന്നുള്ളത്. സ്കിന്നിനെ യു വി റേസിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അല്ല സൺസ്ക്രീൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ആയാലും മതി. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ ആക്റ്റീവ്സ് യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നൊക്കെ നിങ്ങൾ എന്തായാലും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ DIY ചെയ്യുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സൺസ്ക്രീൻ എന്തായാലും ഇടണം. പുറത്ത് പോകുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ ഇടണം ഞാൻ പറയില്ല. പിന്നെ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഡെർമാറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക.
അല്ലാതെ എപ്പോഴും ഈ സൺസ്ക്രീൻ ഇട്ട് നടക്കണം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ രാവിലെ ക്ലാസ്സിൽ പോയി വെച്ചോ, എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ആടെയാണ് എന്ന് വെച്ചോ, എന്നിട്ട് ഞാൻ ഉച്ചക്കാണ് വരുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ആ വരുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യും. അല്ലാതെ അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഞാൻ ക്ലാസ്സിനകത്താണെന്ന് വെച്ചോ. അങ്ങനെ എനിക്ക് ഡയറക്റ്റ്ലി എൻ്റെ സ്കിന്നിലേക്ക് സൺ എക്സ്പോഷർ ഇല്ല, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 24/7 സൺസ്ക്രീൻ ഒന്നും ഇട്ട് നടക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെ പോകുന്നത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഞാൻ കുറേ പേരോട് ഇത് പറഞ്ഞിട്ട് അവർക്കിതൊന്നും അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഹോർമോൺ ഡിസ്റപ്ഷൻ്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, മൈൻഡ്ഫുള്ളായിട്ട്. ഇപ്പോൾ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാത്തിനും പോയിട്ട് സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബട്ട് അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും സൺസ്ക്രീൻ പോയിട്ട് വാങ്ങരുത്. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ്, ലിറ്ററലി എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതിപ്പോൾ കഴിക്കുന്നതായിക്കോട്ടെ, കുടിക്കുന്നതായിക്കോട്ടെ, ഇനി സ്കിന്നിലിടുന്നതായിക്കോട്ടെ, എന്തൊന്നും ആയിക്കോട്ടെ, അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലേബല് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും പിന്നെ അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റും നിങ്ങൾ വായിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇൻവിവോ ടെസ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതായത് നമ്മളെ മനുഷ്യന്മാരിൽ പരീക്ഷിച്ചതാണ് ഈ ഇൻവിവോ ടെസ്റ്റഡ് എന്ന് പറയുന്നത്. അങ്ങനത്തത് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സൺസ്ക്രീൻ, പിന്നെ ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ അക്വ എന്നുള്ള ഈ ഒരു സൺസ്ക്രീൻ, പിന്നെ ഈ ഫോക്സ് ടെയിലിൻ്റെ ഈ ഒരു പേർപ്പിൾ പാക്കേജിങ്ങിലുള്ള സൺസ്ക്രീൻ, പിന്നെ ഫോക്സ് ടെയിലിൻ്റെ ആ ഒരു ഗ്ലോ സൺസ്ക്രീൻ ഉണ്ടായിരുന്നില്ലേ, അതും നല്ലതാണ്. പിന്നെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഹൈബ്രിഡ് സൺസ്ക്രീൻ, അതായത് ഈ ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് അല്ലെങ്കിൽ പോലും അതിനെ ഫോട്ടോ സ്റ്റെബിലൈസ്ഡ് ആക്കാൻ പറ്റിയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉള്ള, അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് ഉള്ളതുമായിട്ടുള്ള സൺസ്ക്രീൻ ആണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. അത് ഡോട്ട് ആൻഡ് കീടതും അതുപോലെ തന്നെ വിഷ്കേർഡതും ഇതാണ് ഹൈബ്രിഡ് ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. ഓക്കെ, കുറച്ച് മിത്സും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാം. ആ 5 ഉള്ളൂ, അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. സൺസ്ക്രീൻ കോസസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഓണസ്റ്റ്ലി ഈ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നിങ്ങൾ മണിക്കൂറുകളോളം വെയിലത്ത് നിൽക്കണമെന്നില്ല, കുറച്ച് നേരം നിന്നാൽ മതി. പിന്നെ വൈറ്റമിൻ ഡി ഫേസിൽ, നിങ്ങളിപ്പോൾ ഫേസിലും നെക്കിലും മാത്രമാണ് സൺസ്ക്രീൻ ഇടുന്നുണ്ടെങ്കിൽ ഫേസും നെക്കിലൂടെ മാത്രമൊന്നുമല്ല, നമുക്ക് ബാക്കിയുള്ള ഹാൻഡ്സിലൂടെ ആയാലും ഒക്കെ കിട്ടും. നിങ്ങൾ ഫുൾ സൺസ്ക്രീൻ ഇടുന്നുണ്ടെങ്കിൽ പോലും ആക്ച്വലി എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് സപ്ലിമെൻറ്റ്സ് എടുക്കാനാണ്. ഈ ഡോക്ടറിനോട് ഇങ്ങോട്ട് ഡോക്ടർ എടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. സോ സപ്ലിമെൻറ്റ്സ് എടുത്താൽ പോരെ. ഇപ്പോൾ സപ്ലിമെൻറ്റ്സിന് ഭയങ്കര വലിയ പൈസയൊന്നും ഇല്ല എന്തായാലും. ഞാൻ അതാണ് പറയുക, സപ്ലിമെൻറ്റ്സ് എടുക്കാനാണ് പറയുക. പിന്നെ എല്ലാവർക്കും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളാരും അത്രയൊന്നും വെയിൽ കൊള്ളുന്നവരല്ല. സോ സപ്ലിമെൻറ്റ് എടുക്കുക. സൺസ്ക്രീൻ ഈസ് ടോക്സിക് ആൻഡ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. സൺസ്ക്രീന് ടോക്സിക് ആണോ ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഗ്രീഡിയൻറ്റ് ലേബിൾ വായിക്കണം. നല്ല സൺസ്ക്രീൻ ഉണ്ട്, അത് നിങ്ങൾ ചൂസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, പിന്നെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നല്ല വലിയ ഇതിലൊന്നും അബ്സോർബ് ആവില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ അളവിൽ മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലിറ്ററലി എല്ലാം 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 ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ആവേണ്ടതാണ്. ഇനി ഇത് പ്രശ്നമാവോ ചോദിച്ചാൽ മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ബ്ലൈൻഡായിട്ട് അങ്ങ് യൂസ് ചെയ്യരുത്, മൈൻഡ്ഫുൾ ആവിച്ച് യൂസ് ചെയ്യാൻ നോക്കുക. സ്കിന്നിൻ്റെ പണിയെടുക്കാൻ വിടുക, അതിനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കണം സ്കിൻ കെയർ. അല്ലാതെ സ്കിന്നിൻ്റെ പണിയെടുക്കാതെ സ്കിൻ കെയർ കൊണ്ടിട്ട് അങ്ങനെ ആക്കരുത്. അതായത് സ്കിന്നിന് പകരം സ്കിൻ കെയർ ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ ഉള്ള മിത്താണ് കെമിക്കൽ സൺസ്ക്രീൻ ഡിസ്റപ്റ്റ് ഹോർമോൺസ്. നിങ്ങൾ ന്യൂ യു വി ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക. ന്യൂ യു വി ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീനോ ഹൈബ്രിഡ് സൺസ്ക്രീനോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ സൺസ്ക്രീൻ കോസസ്, പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എടുത്തോളൂ. സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. യൂസ് ചെയ്യുന്നില്ലയോ യൂസ് ചെയ്യണ്ടയോ, മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുക, അല്ലേ പണി കിട്ടും. ഇനി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എടുക്കുക, അത് എല്ലെങ്കിലും പണി കിട്ടും. ഓക്കെ, എടുത്തിട്ടില്ലെങ്കിലും പണി കിട്ടും. അതായത് യു വി റേസ് ഹാംഫുൾ ആണ്. പിന്നെ സൺസ്ക്രീൻ കോസസ് സ്കിൻ ക്യാൻസർ.
UV റേസ് കൊണ്ട് സ്കിൻ ക്യാൻസർ വരും. ഇനി സൺസ്ക്രീൻ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുമോ ചോദിച്ചാൽ, അങ്ങനെ സൺസ്ക്രീൻ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ വാട്ടർ പ്രൂഫ് സൺസ്ക്രീൻ ഡസൻ നീഡ് റീആപ്ലിക്കേഷൻ, അങ്ങനെ ഒന്നുമില്ല. ഈവൻ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പോലും അതത്ര കാലം വാട്ടർ പ്രൂഫായിട്ട് നിൽക്കും, കുറച്ച് സമയം നിൽക്കത്തുള്ളൂ. പിന്നെ അത് റീഅപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, 2 മണിക്കൂറിൽ ചെയ്യാം, വേണമെങ്കിൽ മാത്രമേ. ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ രാവിലെ ഒരു സ്ഥലത്ത് പോയി, എന്നിട്ട് ഞാനൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് തിരിച്ചു വരേണ്ടത്. ഈ 3-4 മണിക്കൂറിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കുവാണ്, സൺ എക്സ്പോഷർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ഇതാ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യണം എന്നില്ല. പിന്നെ ഞാൻ എപ്പോഴാണോ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ സൺ എക്സ്പോഷർ ഉണ്ടാവുന്നുള്ളത് അതിൽ ഒരു 20 മിനിറ്റ് മുന്നേ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 20 മിനിറ്റ് എന്തിനാ ചോദിച്ചാൽ, കെമിക്കൽ സൺസ്ക്രീൻ അങ്ങനെ വർക്ക് ആവാനായിട്ട് 20 മിനിറ്റ് എടുക്കും, ഫിസിക്കൽ സൺസ്ക്രീൻ ആണെങ്കിൽ കുഴപ്പമില്ല. സോ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്, അവിടെ ചോദിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും അവിടെ പറയാം. പിന്നെ ഈ വീഡിയോൻ്റെ ഫീഡ്ബാക്ക് പറയാം, എന്തുണ്ടെങ്കിലും അവിടെ പറയാം. ഓക്കെ.